നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നല കടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗണേഷ് കുമാർ വനം മന്ത്രിയായിരിക്കുന്ന സമയത്ത് 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഈ കടശ്ശേരി മേഖലയിൽ ഒരു കുപ്പിവെള്ള ഫാക്ടറി ആരംഭിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനവും കഴിഞ്ഞതാണ്. പക്ഷേ 15 വർഷം പിന്നിടുമ്പോൾ ആ കുപ്പിവെള്ള ഫാക്ടറി, ശബരി കുടിവെള്ളം എന്ന പേരിൽ ആരംഭിച്ചിരുന്ന ആ കുപ്പിവെള്ള ഫാക്ടറി തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലാണ്. ഒരു നാടിന്റെ തന്നെ ഏറ്റവും വലിയ വികസന സ്വപ്നമായിരുന്നു. പ്രത്യക്ഷത്തിലും പരോക്ഷമായും 500ഓളം പേർക്ക് ജോലി ലഭിക്കാമായിരുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് ഈ കാണുന്ന ശബരി കുടിവെള്ള പദ്ധതി. ഇന്ന് ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പൂർണ്ണമായും തകർന്ന് പൂട്ടപ്പെട്ട നിലയിൽ, കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി, സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. വളരെ കനമുള്ള നിലയിലുള്ള വലിയ കമ്പിവേലികൾ കൊണ്ട് വെച്ചതായിരുന്നു ഇവിടെയുള്ള ഈ മുള്ളുവേലികളെല്ലാം. ഇതെല്ലാം തകർത്ത് സാമൂഹ്യ വിരുദ്ധർ ഇന്ന് അതിനകത്ത് കടന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗേറ്റുകൾ തകർത്ത് അകത്ത് കയറി അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. നമുക്ക് ഇതിന്റെ അകവശം ഒന്ന് കാണാം. ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കുടിവെള്ളത്തിനാണ്. അതിന് ഒരു പരിഹാരം കാണുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരി കുടിവെള്ളം എന്ന് തന്നെയായിരുന്നു പദ്ധതിയുടെ പേര്. ശബരി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു ഫാക്ടറിയാണ് ഈ കാണുന്നത്. കാട് മൂടി നശിച്ച് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുകയാണ്, ഇത് ഇങ്ങനെ മതിയോ എന്ന് നമുക്കറിയണം. ഈ ഫാക്ടറി ജനങ്ങൾക്ക് വളരെ പ്രയോജനം, നാട്ടുകാർക്ക് വളരെ പ്രയോജനകരമായിരുന്നു. കാരണം ഇതൊരു ഫാക്ടറി വന്നാൽ നിരവധി പേർ, തദ്ദേശീയരായ നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വളരെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ തകർന്നടിഞ്ഞു പോയത്? അതായത് ഇതിന്റെ ഉദ്ഘാടനം വളരെ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ, ഒരു ഉത്സവം പോലെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ ഉദ്ഘാടനം ഇവിടെ നടത്തിയത്. അന്ന് മന്ത്രിയായിരുന്ന ഗവി ഗണേഷ് കുമാർ ഇതിന്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഈ കുപ്പിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ കടശ്ശേരി പ്രദേശത്തെ നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. അതിലാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഒരു ഉത്സവം പോലെ ഇതിന്റെ ഉദ്ഘാടനത്തിന് പങ്കാളികളാകുകയും അവരെല്ലാം വളരെയേറെ സന്തോഷിച്ച് ഞങ്ങൾക്ക് ഒരു ജോലി, സ്ഥിരം ഒരു ജോലി കിട്ടും എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തിനു മുമ്പേ ഇതിന്റെ ഉദ്ഘാടനം നടത്തി ഈ കെട്ടിടം 50 ലക്ഷം രൂപയോളം മുടക്കി പണിത് ഇവിടെ ഇട്ടതല്ലാതെ, അന്നത്തെ കാലത്ത് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വലിയ തുകയായിരുന്നു. തീർച്ചയായും അന്നത്തെ ഈ 50 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു 1.5 കോടി രൂപയോളം വരും. അങ്ങനെ പണി കഴിപ്പിച്ച് ഇട്ടു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് താണ്ട കണ്ടില്ലേ, കാട് കയറി മൊത്തം പൊളിഞ്ഞ് വളരെ മോശമായി കിടക്കുന്ന ഒരവസ്ഥ. ഇന്ന് ആരും ഇതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു സ്ഥലം MLA തന്നെയാണ്, അന്നത്തെ മന്ത്രിയും MLAയും തന്നെയാണ് ഇപ്പോഴും മന്ത്രി MLA ആയിട്ടിരിക്കുന്ന അദ്ദേഹം. അന്ന് വനം വകുപ്പ് മന്ത്രിയായിരുന്നു, ഇന്നിപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്. എന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിധിയിൽ തന്നെയാണ് ഇത്. അതെ, അദ്ദേഹം നിലവിൽ ഈ മേഖലയിലെ തന്നെ MLA ആണല്ലോ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് പോലും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. ഇത് കാട് മൂടി ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഫാക്ടറി യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇച്ചിരി ഉയർന്ന പ്രദേശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ വെള്ളത്തിന് ലഭ്യത ഉള്ള സ്ഥലമായിരുന്നു ഇത്? ഇവിടെ ഈ ഫാക്ടറിക്ക് അനുയോജ്യമായ സ്ഥലമായിരുന്നു? ശരിക്കും അന്നൊക്കെ ഞങ്ങള് ഇതിന് എതിരായിട്ട് നിന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അതിന്റെ അനുഭവങ്ങളുണ്ട്. കടശ്ശേരി എന്ന് പറയുന്നത് ഈ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. പുന്നല പ്രദേശത്ത് നിന്നും ഒരു 100-300 അടി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇവിടെ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇവിടെ വെള്ളം കിട്ടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അരുവികളും തോടുകളും അങ്ങനെയൊക്കെ ഉള്ള മേഖലകളും. എന്നിട്ട് ഇത് ഉയർന്ന പ്രദേശത്താണ് ഇതിന്റെ ഈ കെട്ടിടം പണിഞ്ഞതെങ്കിലും ഇവിടുന്ന് കുറെ താപ്പോട്ട് മാറി ഒരു തോടും കുളവും ഒക്കെ ഉണ്ട്.
അന്നേരം അവിടുന്ന് വെള്ളം എടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ ഫാക്ടറിയുടെ തൊട്ട് താഴെയായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, ഫാക്ടറിയുടെ തൊട്ട് താഴെയായിട്ട് കാടിനോട് ചേർന്ന് ഒരു കുളം കുഴിച്ചിട്ട് അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരണശാലയിൽ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്ന് തോന്നുന്നു. അത് തന്നെയാണ്. അന്നേരം ഞങ്ങളൊക്കെ അതിന് യഥാർത്ഥ എതിരായി നിന്നതാണ്. നമുക്കറിയാം, അത് ഇപ്പം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യ കുടിവെള്ള പദ്ധതി കുടിവെള്ളം അനുവദിച്ച് വിതരണം ചെയ്യുന്നത് കടശ്ശേരി ഭാഗത്താണ്. എല്ലാ വർഷവും വേനൽ വരുമ്പോൾ ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയങ്ങളിൽ ചെമ്പനവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് പോലെ തന്നെ കടശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അന്നേരം ഇത് സംസ്ഥാനമൊട്ടാകെ ഈ ശബരി കുടിവെള്ള പദ്ധതി എല്ലാ സർക്കാർ ഓഫീസുകളിലും, അതുപോലെ തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള, പമ്പ ഉൾപ്പെടെയുള്ള ശബരിമല ഭക്തന്മാർക്ക് ഉൾപ്പെടെ ഇത് വിതരണം ചെയ്യുക എന്നത് ഉദ്ദേശിച്ചാണ് ഈ ഫാക്ടറി തുടങ്ങിയിരിക്കുന്നത്. അന്നേരം ഒരു ദിവസം ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇവിടുന്ന് ഇത് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിൽപ്പന നടത്താം. അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ആയിരക്കണക്കിന് അടി താഴ്ചയിൽ കൂടി ഭൂഗർഭ അറ ഉണ്ടാക്കി മാത്രമേ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ശബരി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ അത് സാരമായി ബാധിക്കുന്നത് മറ്റ് കുപ്പിവെള്ള ഫാക്ടറികളെയാണ്. അവരുടെ ഒരു ഇടപെടൽ ഇതിന്റെ നിർമ്മാണം മുടങ്ങുന്നതിൽ കാരണമായി ഒരിക്കലും അത് അങ്ങനെ ഒരു സംഭവമില്ല. അതായത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്ത് വനവകുപ്പ് മന്ത്രിയായിട്ട് ഇവിടുത്തെ MLA ഇരിക്കുന്ന സമയത്താണ് ഈ സംവിധാനം ഇത് കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹം പിന്നെ UDF-ൽ നിന്ന് LDF-ലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനായ MLA അഡ്വക്കേറ്റ് രാജു സാറ് വനവകുപ്പ് മന്ത്രി ആകുമ്പോൾ അവരിതിനെ പ്രോത്സാഹനം കൊടുക്കാതെയും അവരിതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകാനും തയ്യാറായില്ല. ഇതിനിടയ്ക്ക് ഒരു രാജു സാറ് വനം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പ്രതികരണം തിരക്കിയപ്പോൾ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ എന്തോ ഒരു അനുമതിയുടെ ഒരു വിഷയം കൂടി പുള്ളി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു അതും ഉള്ള കാര്യമാണ്. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി മേടിക്കാതെയൊക്കെയാണ് ഇവിടെ ഈ ഫാക്ടറി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അധികാരമൊക്കെ പല മേഖലകളിൽ കൈമാറി പോയ സാഹചര്യത്തിൽ പിന്നെ ഇതിന് അനുമതി കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം, ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ, ജനോപകാരപ്രദമായ രീതിയിൽ ഇത് ഈ കെട്ടിടം ഉപയോഗിക്കാമായിരുന്നു. തദ്ദേശീയരായ നിരവധി പേർക്ക് തൊഴിൽ എന്നതിനൊപ്പം തന്നെ സർക്കാരിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം കൂടിയാണ് ഇല്ലാതായത്. വനംവകുപ്പിന്റെ അധീനതയിലായിരുന്നു ഈ സ്ഥാപനം നടന്നു പോകേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഗണേഷ് കുമാറിന് ശേഷം വന്ന വനം വകുപ്പ് മന്ത്രിമാർ ഇതിനെ കാര്യമായി എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ നിലവിലത്തെ MLA ഇപ്പോഴത്തെ മന്ത്രിയുമായ ഗണേഷ് കുമാർ പോലും അന്ന് താൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. തദ്ദേശീയരായ പ്രദേശവാസികൾ എന്ന നിലയിൽ ഈ പദ്ധതി ഇങ്ങനെ തകർന്ന് പോകുന്നതിൽ നമുക്ക് വിഷമമില്ലേ? വളരെ വിഷമമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക്, അതായത് തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നിൽ വന്നത്. ഈ ശബരി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ പ്രദേശവാസികളായാലും ഈ സമൂഹത്തിൽ നിൽക്കുന്ന കക്ഷി രാഷ്ട്രീയം എല്ലാവരും പ്രശ്നങ്ങളിൽ ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്താണ് ഈ പദ്ധതി കൊണ്ടുവന്നാലും കഴിഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെടുകയും ആ ഇടപെട്ട രീതിയിൽ UDF-ൽ നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഗണേഷ് കുമാർ എന്തുകൊണ്ടാണ് LDF സർക്കാരിൽ പോയപ്പോൾ വികസനം മുരടിക്കാൻ കാരണം? അതായത് ഞങ്ങളുടെ മേഖലയെ, അതായത് വനമേഖല എന്ന് പറയുന്നത് കാർഷിക വിളകൾ കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളാണ്. അതിൽ നിന്നും എടുത്ത് ഉപജീവനം നടത്തുന്ന ജനങ്ങളാണ് ഈ സമൂഹത്തുള്ളത്. അപ്പം ആ സമൂഹത്തുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി, അതായത് ഒരു 1/2 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന ഈ പദ്ധതി വളരെ ദുഷ്കരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എത്രയോ ജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ കിട്ടും. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടിവെള്ളം ഈ വേറെ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ സ്റ്റേറ്റുകളിൽ പല ഭാഗങ്ങളിൽ എത്തിച്ചേരുമ്പോഴത്തേന് അതിൻ്റെ ഒരു സ്രോതസ്, അതിൻ്റെ ഒരു സാമ്പത്തിക മൂല്യം ഈ കേരളത്തിൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ആ ഗവൺമെന്റിന് തന്നെ ഒരു മൂല്യമായി
വർദ്ധിക്കുമായിരുന്നു. എന്നിരുന്നിട്ട് പോലും ഇതിന് ഇപ്പോൾ ഈ ഒരു ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ MLA എന്തുകൊണ്ട് ഇതൊന്ന് പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് നമ്മൾ പറയാനുള്ളത്. എടുത്തു പറയുമ്പോൾ ഒന്നും കൂടെ പറയേണ്ടതുണ്ട്. ഇവിടെ ഈ സ്ഥാപനം വന്നാൽ ഇവിടെ തദ്ദേശീയരായ കുറച്ചു പേർക്ക് ജോലി കിട്ടുന്നതോടൊപ്പം തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഓട്ടം കിട്ടുന്നു, അതിൽ ഒരു ഡ്രൈവർക്ക് ജോലി കിട്ടുന്നു, ഈ കുപ്പിവെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കയറ്റി ഇറക്ക്, അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ ഒരു തൊഴിൽ സാധ്യതയാണ് മുരടിച്ചു പോയത്. ശരിയല്ലേ? തീർച്ചയായിട്ടും 100% ശരിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വനമേഖലയിൽ ഈ ജനങ്ങൾ ഇപ്പോൾ ഈ വനമേഖലയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വന്യജീവിയുടെ ഈ ഒരു ആക്രമണം കാരണമായിട്ട് ഇവിടെ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ തിങ്ങിപ്പാർക്കുകയും ജനസമാവുമ്പോഴത്തേന് വന്യജീവിയുടെ ആക്രമണങ്ങളും മറ്റ് ഇതും ഒന്നും ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പം ജനവാസ മേഖലയിൽ കാർഷിക വൃത്തിയെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു വിഭാഗമായിരുന്നു. കൃഷി നഷ്ടമായപ്പോൾ പിന്നെ അവർക്കുള്ള ഒരു വരുമാന മാർഗമായിരുന്നു ഇതുപോലെയുള്ള ഒരു സംരംഭം. അതും കൂടി ഇല്ലാതായപ്പോൾ നിലവിൽ ജോലി ചെയ്യാനോ മറ്റ് വിളകളിലൂടെ ആദായമെടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയിൽ നാട് വിട്ട് പലായനം ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇന്ന് കടശ്ശേരിയിലുള്ളത്. പുന്നല കടശ്ശേരിയിലെ ശബരി കുടിവെള്ള പദ്ധതി ഇന്ന് ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയധികം ഒരു ഫണ്ട് ദുരുപയോഗം ചെയ്ത ഒരു സംവിധാനം പത്തനാപുരം മണ്ഡലത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കിക്കണ്ട, അന്നത്തെ മന്ത്രിസഭ നോക്കിക്കണ്ട ഒരു പദ്ധതിയായിരുന്നു ഇത്. കാലാകാലങ്ങളായി മാറി മാറി വന്ന ഭരണസമിതികൾ അതിനെ തിരിഞ്ഞു നോക്കാതെ ഈ പരുവത്തിലായിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായിരുന്നു. അവർക്ക് ജോലി സംബന്ധമായാലും ഉപഭോക്താവിനായാലും ഗുണപ്രദമായ ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി നശിച്ചു പോയതിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഏറെ വേദനയുണ്ട്. കാരണം ശബരി കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി കടശ്ശേരി എന്ന് പറയുന്ന ആ ഗ്രാമപ്രദേശത്ത് മാത്രമല്ല, പുന്നല ഉൾപ്പെടുന്ന പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷം പേരായിട്ടുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനോടൊപ്പം അതുവഴി ഇവിടുത്തെ വ്യാപാരി സമൂഹങ്ങൾക്ക്, ചെറുകിട കച്ചവടക്കാർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ 10 വർഷമായി അത് നശിക്കുന്നതിലൂടെ, ആ കെട്ടിട സമുച്ചയം നശിപ്പിക്കുന്നതിലൂടെ 50 ലക്ഷം രൂപ മുടക്കി ഒരു സ്വപ്ന പദ്ധതി ഇല്ലാതാക്കുന്നതിലൂടെ ഇടതുപക്ഷ സർക്കാരും പത്തനാപുരത്തെ ദീർഘകാലമായിട്ടിരിക്കുന്ന MLA ഉത്തരവാദിത്വം മറന്നു പെരുമാറുന്നത് കൊണ്ടാണ് ഈ വികസന പദ്ധതികൾ ഈ കോലത്തിലായത്. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഗണേഷ് കുമാർ വനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അതിനുശേഷം പുനലൂരിൽ നിന്നുള്ള MLA അഡ്വക്കേറ്റ് കെ രാജു സാറ് വനം വകുപ്പ് മന്ത്രിയായി. ഇപ്പോൾ ഒരു വനം വകുപ്പ് മന്ത്രിയുണ്ട്. 3 വനം വകുപ്പ് മന്ത്രിമാർ മാറി മാറി വന്നിട്ടും ഈ പദ്ധതിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഈ പദ്ധതിയോടുള്ള അവഹേളനയാണോ, നാട്ടുകാരോടുള്ള അവഹേളനയാണോ? ഇത് പദ്ധതിയോട് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളോടുള്ള അവഹേളനയായിട്ട് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട, ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ടുണ്ടാക്കുന്ന ഇത്തരം സംരംഭങ്ങളെ തിരിഞ്ഞു നോക്കാതെ അത് നശിപ്പിക്കുന്നതിലോടുകൂടി വൈരാഗ്യ ബുദ്ധിയോടുകൂടി ജനങ്ങളോട് പെരുമാറുന്നതായിട്ടേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. പത്തനാപുരം മണ്ഡലത്തിലെ വികസനത്തിന് വളരെ നിർണായകമാകാമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു ശബരി കുടിവെള്ള പദ്ധതി. ദീർഘവീക്ഷണമില്ലാത്ത ഒരു നിലപാട് എന്ന് നമുക്ക് അതിനെ ആരോപിക്കാൻ പറ്റുമോ? 2012 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്നത്തെ മന്ത്രി കൂടിയായിരുന്ന ശ്രീ KB ഗണേഷ് കുമാറാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ, കേന്ദ്ര പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങാതെ തുടങ്ങിയ ഒരു പദ്ധതി എന്ന നിലയിൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 1 കോടി രൂപയുടെ പ്രോജക്റ്റിൽ 50 ലക്ഷം രൂപ കെട്ടിടവും അനുബന്ധ കുളങ്ങളും ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് മാറ്റിവെക്കുകയും അതിനുശേഷം 50 ലക്ഷം രൂപ അതിന്റെ മെഷീനറി വാങ്ങുന്നതിന് വേണ്ടിയാണ് വകയിരുത്തിയിരുന്നത്. എന്നാൽ സ്വാഭാവികമായും വനമേഖലയിൽ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണം എന്ന ബാലപാഠം പോലും മറന്നുകൊണ്ടാണ് അന്ന് മന്ത്രി ഈ നടപടിയുമായി മുന്നോട്ട് പോയത്. അതിന്റെ ബാക്കിപത്രമാണ് ഇതിന് തുടർന്ന് അനുമതി ലഭിക്കാതെ പോയത്. കെട്ടിടങ്ങൾ നിർമ്മിച്ചു, കുളം നിർമ്മിച്ചു, 50 ലക്ഷം രൂപയുടെ പാഴായി പരിപൂർണമായും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിനപ്പുറത്തേക്ക്
ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി അനുമതി ലഭിക്കാതെ അവിടെ മെഷീനറി പർച്ചേസ് ചെയ്യാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് മന്ത്രി ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വനമേഖലയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങേണ്ടിയിരുന്നതാണ്. അത് വാങ്ങാതെ മുന്നോട്ട് പോയത് മന്ത്രിയുടെ മാത്രം പിടിപ്പുകേടാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പിടിപ്പുകേട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ധിക്കാരവുമാണ്. ഞാൻ മന്ത്രിയാണ്, അതിനപ്പുറത്തേക്കൊന്നും പ്രശ്നമില്ല എന്ന രീതിയിലുള്ള പോക്കായിരുന്നു. അല്ല, അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലായിരുന്നു ഗണേഷ് കുമാർ എന്നുണ്ടായിരുന്നു. അന്ന് മന്ത്രിസഭയുമായിട്ട് ഒരു ആലോചന നടത്താതെയാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തതെന്നാണോ നമ്മൾ അല്ല, ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹത്തെ സംബന്ധിച്ച് പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം സ്വയം നടത്തുകയും, എന്തിനാ ഏറെ പറയുന്നു, ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടാണല്ലോ അദ്ദേഹം നടപടി സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ ഈ ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞാൽ, അപ്പോൾ ഏകപക്ഷീയമായി ഈ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ആദ്യമായിട്ട് സംഭവമല്ല. ഇവിടെ ഈ പദ്ധതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിന് കാരണം മന്ത്രി തന്നെ, കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഉപയോഗശൂന്യമായി 50 ലക്ഷം രൂപ നശിപ്പിക്കുകയും കുടിവെള്ളം ഒരു കുപ്പിക്ക് 10 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്നും തിരിച്ചു നൽകിയാൽ ഒരു രൂപ, കുപ്പി തിരിച്ചു നൽകിയാൽ 1 രൂപ കുറച്ച് നൽകുമെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും ഇത്രയും തുക നഷ്ടപ്പെടുത്തുകയും ചെയ്തതിനുള്ള ബാക്കിപത്രമാണ്, സാക്ഷ്യപത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത്. സ്വാഭാവികമായും വേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ വേണ്ടത്ര അന്വേഷണം നടത്തി ഈ തുക, നഷ്ടപ്പെട്ട തുക അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പിടിക്കുവാനുള്ള നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മന്ത്രി എന്ന നിലയിൽ നടത്തേണ്ട നടപടിക്രമങ്ങളൊന്നും നടത്താതെ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു നടപടിയുടെ ബാക്കി പത്രമാണ് ഇത്തരത്തിലുള്ള ഈ കടശ്ശേരിയിലെ കുടിവെള്ള പദ്ധതി, ശബരി കുടിവെള്ള പദ്ധതി എന്ന ഈ പദ്ധതിയിൽ നടത്തിയിട്ടുള്ള അഴിമതി. ആ അഴിമതിയിൽ കെ ബി ഗണേഷ് കുമാറിന് നേരിട്ട് പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാരണം ഒരു മന്ത്രി എന്ന നിലയിൽ നടത്തേണ്ട നടപടിക്രമങ്ങൾ അത് പരിപൂർണമായും പാലിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്ന് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോ 1 കോടി രൂപയിൽ 50 ലക്ഷം രൂപ നഷ്ടമായി. അപ്പൊ അദ്ദേഹം മന്ത്രി പറയുന്നത്, തുടർന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അതിന് അനുമതി നൽകാത്തതുകൊണ്ടാണ് മെഷീനറി അവിടെ സ്ഥാപിക്കാൻ കഴിയാതെ പോയതെന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു ഫാക്ടറിയും സ്ഥാപിക്കണമെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണം. ആ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നിഷേധിച്ചത്. അപ്പോ അനുമതിയില്ലാതെ പണി ആരംഭിച്ച കെ ബി ഗണേഷ് കുമാറിനാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. മാത്രമല്ല, ഇതിന് ഉണ്ടായ നഷ്ടം അദ്ദേഹത്തിൽ നിന്ന് വസൂലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലാണ് ഈ സ്ഥാപനം നിലവിൽ ഉള്ളത്. അപ്പോൾ നിലവിൽ യാതൊരു കാരണവശാലും ഇവിടെ ആ കുപ്പിവെള്ള ഫാക്ടറി തുടർന്ന് വരാൻ സാധ്യതയില്ലെങ്കിൽ വനാധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഈ കെട്ടിടം ഉപയോഗിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടാകുമോ? അല്ല, അതൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഇപ്പോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നൽകാഞ്ഞത് കൊണ്ടാണ് പിന്നീട് ഫാക്ടറിയുടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാതിരുന്നത് എന്ന് മന്ത്രി പറയുമ്പോൾ, അതിനുശേഷം ഇടതുപക്ഷം എത്രയോ തവണ അധികാരത്തിൽ വന്നു. അതിനുശേഷം 2 തവണയായി ഇടതുപക്ഷം സംസ്ഥാനത്ത് അധികാരത്തിലുണ്ട്. മന്ത്രി പത്തനാപുരത്തിന്റെ MLA തന്നെ ഇപ്പോൾ മന്ത്രിയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കാൻ കഴിയുന്നില്ല? അപ്പോ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അദ്ദേഹം ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത് അനധികൃതമായിട്ടാണ്. ഇനി അതിനെ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ആ കെട്ടിടങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. കെട്ടിടത്തിന്റെ കട്ടളയും ജനലും പോലും പലരും പറക്കിക്കൊണ്ടുപോയി. ആളൊഴിഞ്ഞ നിലയിൽ ഭാർഗവീ നിലയമായി കാട്ടിന്റെ നടുവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ കടശ്ശേരിയിലെ കുപ്പിവെള്ള ഫാക്ടറി, ശബരി കുപ്പിവെള്ള ഫാക്ടറിയെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ ആ നാശത്തിന്, ആ നഷ്ടത്തിന് ഉത്തരവാദി ആരായാലും അത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള മന്ത്രി തന്നെയാണ്. ഒരു നടപടിക്രമവും പാലിക്കാതെ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോയതിന്റെ ബാക്കി പത്രമാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് വസൂലാക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുക. വളരെ വ്യക്തമാണ്. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്ത അന്നത്തെയും ഇന്നത്തെയും മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല ആവശ്യപ്പെടുന്നത്. ആ പ്രാദേശികമായി മലയോരവാസികൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അന്ന് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളെല്ലാം കൂടെ നിവേദനം കൊടുത്തു. അന്നത്തെ MLAയും കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി അന്ന് 2 കോടിയോളം രൂപ മുടക്കിയോടെ ആവിഷ്കരിക്കാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി 50 ലക്ഷത്തോളം രൂപ മുടക്കി കെട്ടിടങ്ങളും മറ്റുപകരണങ്ങളും മറ്റു കാര്യങ്ങളും സ്ഥലമെടുപ്പും എല്ലാം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതോടുകൂടി ആ 50 ലക്ഷം രൂപയോടുകൂടി അവിടെ കിടക്കുന്ന ഒരു അവതാളത്തിൽ കിടക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അല്ല, ആ കെട്ടിടത്തെ ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരം. മൊത്തം കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് നാട്ടുകാരും അല്ലാത്തവരും എല്ലാം അവിടെ കയറി അനധികൃതമായി കയറി പാർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്. KFTC, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥാപനമാണത്. അപ്പൊ അത് തീർച്ചയായിട്ടും നോക്കിക്കാണുവാനുള്ള ഒരു ഉത്തരവാദിത്വം
ഇവിടുത്തെ MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും കെ.ബി. ഗണേഷ് കുമാറിനുണ്ട്. അത് നടപ്പിലാക്കുവാനോ ആ പദ്ധതി ആരംഭിക്കുവാനോ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഈ ഗവൺമെന്റിന്റെയും ഒരു പിടിപ്പുകേടാണ്. കഴിഞ്ഞ 8-9 വർഷക്കാലമായി ഒരു ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വന പ്രദേശങ്ങളിൽ കിടക്കുന്നവരെ സഹായിക്കുന്ന ഒരു കാര്യങ്ങൾ വന്നപ്പോൾ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യ നിലവിലുണ്ട്. ഇതിനെതിരെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് ആ കമ്മിറ്റിയിലെ പ്രധാന പങ്ക് വഹിച്ച ആളാണ് CR രജീവ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയിലെ സമുന്നതനായ ഒരു നേതാവ് കൂടിയാണ്. ഈ പദ്ധതി അന്ന് നമ്മൾ വിഭാവന ചെയ്തപ്പോൾ എന്തൊക്കെ ലക്ഷ്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്? അന്നുണ്ടായിരുന്നത് കുടിവെള്ളം നമ്മുടെ സംസ്ഥാനത്തുടനീളം വിതരണം നടത്തുക, 10 രൂപയ്ക്ക് കുടിവെള്ളം കൊടുക്കുക, അതിന്റെ കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ എമൗണ്ട് കുറച്ചു കൊടുക്കുക, അങ്ങനെ തൊഴിൽ ദാതാക്കളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും സാധാരണക്കാർ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് ആവിഷ്കരിച്ച ഈ പദ്ധതി. സത്യം പറഞ്ഞാൽ ശബരി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അതീവ വിഷമത്തിലാണ്. കാരണം ഈ പദ്ധതി മുടങ്ങിപ്പോയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിനാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുന്നല കടശ്ശേരിയിലായിരുന്നു ഈ ഫാക്ടറി വരേണ്ടത്. തദ്ദേശീയരായ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ വലിയൊരു വരുമാന മാർഗവുമാണ് നഷ്ടമായത്. സാറ്, ഈ ശബരി കുടിവെള്ള പദ്ധതി ചില സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിപ്പോയി. അതില് പഞ്ചായത്തിൻ്റെതായ തലത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതായിട്ടുണ്ടോ? ശരി, ഇത് നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ MLA മുൻ UDF ഗവൺമെന്റിന്റെ കാലത്ത് വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ ശബരി കുടിവെള്ള പദ്ധതി എന്ന് പറയും. അത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വടക്കൻ മേഖലയായിട്ടുള്ള കടശ്ശേരി വാർഡിലാണ് ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അവിടെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അവിടെ കെട്ടിട നിർമ്മാണം നടത്തി, കിണർ കുഴിച്ചു, അനുബന്ധമായിട്ട് കുറെ അധികം പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ടുള്ള നിയന്ത്രണമാണല്ലോ ഫോറസ്റ്റിനെ സംബന്ധിച്ചത്. അപ്പോൾ ഫോറസ്റ്റിന്റെ അനുമതി വാങ്ങാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഫോറസ്റ്റുകാർ തടഞ്ഞതുകൊണ്ടാണ് ഇത് തൽക്കാലം നിർത്തിവെച്ചത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിറവന്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർക്ക് പ്രയോജനം വരുന്ന ഒരു മഹത് പദ്ധതിയായിരുന്നു. ഞങ്ങളെല്ലാം ആവേശമായിരുന്നു. മാത്രമല്ല, നൂറുകണക്കിന് തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടുന്നതും ഒപ്പം തന്നെ ഒരു കുപ്പി വെള്ളത്തിന് 10 രൂപ എന്ന നിലക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംബന്ധിച്ച് നമ്മളെ ശബരിമല സീസൺ ആകുമ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഫണ്ടിൽ കൂടെ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ അന്യ സംസ്ഥാനത്ത് പോകുന്നത്. അവർക്ക് ആ വെള്ളത്തിനൊക്കെ വളരെ അല്ല, ആ അയ്യപ്പ ഭക്തന്മാർക്കും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്, സൗകര്യപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. അതിനെയാണ് എല്ലാവരും സർവ്വ ആൾക്കാരും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. 10 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ 10 രൂപ എന്ന് പറയുമ്പോൾ കരിഞ്ചന്തയിൽ വെള്ളം 20 രൂപയ്ക്കും 30 രൂപയ്ക്കും വിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നത്. അപ്പോൾ വളരെ ആശ്വാസത്തോടു കൂടിയാണ് ജനങ്ങൾ ഇതിനെ കണ്ടത്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത്. അവരുടെ അനുമതി ഇല്ലാതെ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇപ്പോൾ ആ കെട്ടിടം നശിച്ചു പോകാതിരിക്കാൻ പ്രധാനമായിട്ട് സർക്കാരിനും പഞ്ചായത്ത് കാര്യത്തിൽ ഇടപെടുകയാണ് ചെയ്യാൻ കഴിയുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്നത്, സംഭരിക്കാനും സൂക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ പ്രദേശത്ത് ഇല്ലായിരിക്കുന്നു എന്നുള്ള സംവിധാനമാണ്. ആ കെട്ടിടം അതിനുവേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിടം നന്നായി കിടക്കുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ വന്യമൃഗങ്ങൾക്കുള്ള വിത്തൂട്ട് പദ്ധതി ഇവിടെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കിലോ സാധനങ്ങൾ വരികയാണ്. അതും ഫോറസ്റ്റിന്റെ ഓഫീസുകൾ വെക്കാൻ പരിമിതമായ സ്ഥലങ്ങൾ മാത്രമാണ്. ഈ ഇവിടേക്ക് ഇത് സൗകര്യച്ച് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ വെച്ച് സംഭരിക്കാനും കെട്ടിടം നശിച്ചു പോകാതിരിക്കാനും ഒക്കെ കഴിയും. ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത് ഈ നമ്മുടെ മണ്ഡലത്തിലെ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ സ്വാധീനപ്പെടുത്താൻ കഴിയുന്നതാണ്. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അനുവാദം അദ്ദേഹം വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഇപ്പം നമ്മളൊരു നിവേദനം കൊടുക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് എന്ന നിലയ്ക്ക് റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി പുനരാരംഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടാൻ പോവുകയാണ്. ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിത ഘടകമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ. അത് പൊതുമേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും അത് നാടിന്റെ വികസനത്തെ വളരെയധികം സ്വാധീനിക്കും. നിരവധി ആൾക്കാർക്ക് ജോലി കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കടശ്ശേരി നിവാസികൾ. ഇത്തരത്തിൽ ഒരു ശബരി കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ. എന്നാൽ ഇതിന്റെ സ്ഥിതി ഇന്ന് ഇതാണ്. തകർന്ന തരിപ്പണമായി നാമാവശേഷമായ അവസ്ഥ.
ഇഴജന്തുക്കളുടെ താവളമായ അവസ്ഥ. പത്തനാപുരം MLA വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന 15 വർഷത്തിന് മുമ്പാണ് ഇത് ആരംഭിച്ചത്. 15 വർഷം പിന്നിടുമ്പോൾ ഇത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇത് ഇങ്ങനെ മതിയോ? പോരാ. അടിയന്തരമായി പത്തനാപുരം MLA ഈ വിഷയത്തിൽ ഇടപെടണം. വനം വകുപ്പിന്റെ അധീനതയിലാണ്, വനം വകുപ്പ് ഇടപെടണം. ഈ സ്ഥാപനം ഒന്നുകിൽ തുറന്നു പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഈ കെട്ടിടം നശിക്കാതെ മറ്റ് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് വകമാറ്റി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ വെക്കുകയാണ്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.